നമസ്കാരം, എല്ലാവർക്കും ടൂസ് അക്കാഡമിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ സെറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള നമ്മുടെ ലക്ഷ്യത്തിലേക്കുള്ള ദൂരം കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. എക്സാമിങ് അടുക്കാറായി. എല്ലാവരും നന്നായിട്ട് തന്നെ പ്രിപ്പയർ ചെയ്യുന്നു എന്ന് വിചാരിക്കുന്നു. ഈ ഒരു സമയം നിങ്ങൾ ഈ സെറ്റ് എക്സാമിന് വേണ്ടിയിട്ട് പൂർണ്ണമായിട്ടും അതിലേക്ക് തന്നെ കോൺസെൻട്രേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. നമുക്ക് നമ്മുടെ അടുത്തൊരു വർഷത്തോടു കൂടി HSST വീണ്ടും വിളിക്കും. അപ്പോൾ അതിന് മുന്നേ ആയിട്ട് നമുക്ക് ഈ ഒരു എക്സാം ക്വാളിഫൈ ചെയ്യണം. ഇത് നിങ്ങളുടെ അവസാനത്തെ ചാൻസ് ആണ് എന്ന് കരുതിയിട്ട് തന്നെ നിങ്ങൾ പഠിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. കൂടുതൽ സമയം ഇതിന് വേണ്ടിയിട്ട് സ്പെൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. ഓക്കെ, നമ്മൾ ഈ ഒരു ഇത്തരത്തിലുള്ള എക്സാമുകൾ വൈകിപ്പിക്കും തോറും, നമുക്ക് ക്വാളിഫൈ ചെയ്യാൻ വൈകും തോറും നമുക്ക് നമ്മുടെ അവസരങ്ങൾ നഷ്ടമാവും. അതുപോലെ തന്നെ നമ്മൾ പഠിച്ചത് മറക്കും. ഒന്നിൽ നിന്നും തുടങ്ങേണ്ട ഒരു അവസ്ഥയൊക്കെ ഉണ്ടാവും. അപ്പോൾ നിങ്ങൾ അങ്ങനെയൊന്നും ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ ഇപ്പോൾ ഏതായാലും ഈ ഒരു എക്സാമിന് കൊടുത്തു. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നല്ല രീതിയിൽ തന്നെ ഹാർഡ് വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കാം. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് സെറ്റ് മലയാളവുമായി ബന്ധപ്പെട്ട് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ്, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻ, അതെങ്ങനെ നമുക്ക് എളുപ്പ വഴിയിൽ ഓർത്ത് വയ്ക്കാം എന്നുള്ള രീതിയിൽ നമ്മളെല്ലാ കാര്യങ്ങളും പഠിക്കും. പക്ഷെ നമുക്കത് ഓർത്ത് എടുക്കാൻ ചില സമയത്ത് നമുക്ക് ബുദ്ധിമുട്ടുകളുണ്ടാകും. ഓക്കെ, പ്രത്യേകിച്ച് മലയാളം പോലെയുള്ള ഒരു സബ്ജക്റ്റ് നമുക്ക് വളരെ വൈഡായിട്ടുള്ള ഒരു കാര്യങ്ങളാണ്. നമ്മൾ അതിൽ ഏത് സബ്ജക്റ്റ് ആയിരുന്നാലും നമുക്ക് നമ്മുടെ ഒരു സബ്ജക്റ്റ് എന്ന് പറഞ്ഞാൽ ഏത് മേഖലയായിരുന്നു, സാഹിത്യത്തിൽ തന്നെ കഥയായാലും നോവലായാലും അതുപോലെ തന്നെ ഭാഷാശാസ്ത്രമായാലും വ്യാകരണമായാലും ഇതിലൊക്കെ നമുക്ക് ഓർത്ത് വെക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവും. അപ്പം ഈ ബുദ്ധിമുട്ടുകൾ ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട് എങ്ങനെയാണ് നമ്മൾ ഒരു ക്വസ്റ്റ്യനെ സമീപിക്കേണ്ടത് എന്നുള്ളത് കുറച്ച് ക്വസ്റ്റ്യനിലൂടെ നിങ്ങൾക്കൊരു എക്സാമ്പിൾ എന്ന രീതിയിൽ പരിചയപ്പെടുത്തുകയാണ്. നമുക്ക് ചോദ്യങ്ങളിലേക്ക് പോവാം. ഓക്കെ, ഒരു ആറോളം ചോദ്യങ്ങളാണ് നമ്മൾ ഇന്ന് ഈ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ആവർത്തിച്ച് വന്നിട്ടുള്ള ഇനി വരാൻ സാധ്യതയുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് നമ്മളിതിൽ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം. ആദ്യം തന്നെ നമ്മുടെ യൂണിറ്റ് 6 സാഹിത്യ സിദ്ധാന്തങ്ങൾ അതുപോലെ തന്നെ നിരൂപണം എന്ന് പറഞ്ഞിട്ടുള്ള യൂണിറ്റ് 6മായി ബന്ധപ്പെട്ടിട്ടുള്ളൊരു ചോദ്യമാണ് വന്നിട്ടുള്ളത്. ഇതിൽ തന്നെ സാഹിത്യ സിദ്ധാന്തം, പൗരസ്ത്യ സാഹിത്യ സിദ്ധാന്തവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ചോദ്യമാണ്. നോക്കാം. ഗുണവദലങ്കൃതച വാക്യമേവം കാവ്യം എന്ന കാവ്യത്തെ നിർവചിച്ചത് ആര്? രാജശേഖരൻ, ദണ്ഡി, ആനന്ദവർദ്ധനൻ, അപ്പയ്യ ദീക്ഷിതർ. ചില പുസ്തകങ്ങളിൽ അയ്യപ്പ ദീക്ഷിതർ എന്നും കാണുന്നുണ്ട് കേട്ടോ. രണ്ടായാലും ഒരാളാണെന്ന് നിങ്ങൾ ഓർത്ത് വയ്ക്കുക, അപ്പയ്യ ദീക്ഷിതർ. അപ്പോൾ ഇതിൻ്റെ ഉത്തരം ഏതാണ് എന്നുള്ളതാണ്. അപ്പോൾ നമുക്കറിയാം, നമ്മൾ പഠിക്കുന്ന നമ്മുടെ സാഹിത്യ സിദ്ധാന്തവുമായി ബന്ധപ്പെട്ട് നമ്മൾ എപ്പോഴും വരുന്ന ഒരു ചോദ്യമാണ് കാവ്യത്തിൻ്റെ നിർവചനം. ഓക്കെ, കാവ്യത്തിൻ്റെ നിർവചനം പല ക്വസ്റ്റ്യൻ പേപ്പറുകളിലും ആവർത്തിച്ച് വന്നിട്ടുള്ള ഒരു ചോദ്യമാണ്. എന്നാൽ നമുക്ക് എപ്പോഴും തെറ്റിപ്പോകാവുന്ന ഒരേ രീതിയിലുള്ള നിർവചനങ്ങൾ, ചെറിയ ചെറിയ വാക്കിൻ്റെ വ്യത്യാസത്തിൽ തെറ്റിപ്പോകാവുന്ന രീതിയിലുള്ള നിർവചനങ്ങളുള്ള ഒരു ഭാഗമാണ് ഈ കാവ്യം എന്ന് പറയുന്നത്. ഓക്കെ, നമുക്ക് ഇതിൻ്റെ ഉത്തരം നോക്കാം. ഗുണമതലംകൃതച വാക്യമേവം കാവ്യം. ഓക്കെ, രാജശേഖരനാണ് അതിൻ്റെ ആൻസറായിട്ട് വരുന്നത്. ഞാൻ ഓരോ ചോദ്യവും പറയുന്ന സമയത്ത് നിങ്ങളുടെ മനസ്സിലേക്ക് ഉത്തരമൊന്ന് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. നിങ്ങൾ ഈ ഭാഗങ്ങളൊക്കെ പഠിച്ചു കഴിഞ്ഞതാകും എന്ന് വിചാരിക്കുന്നു. അപ്പോൾ നിങ്ങൾക്കത് ഈ ചോദ്യം പറയുന്ന സമയത്ത് അല്ലെങ്കിൽ ഓപ്ഷൻ കാണുന്ന സമയത്ത് ഉത്തരം കിട്ടുന്നുണ്ടോ എന്നുള്ളത് മാത്രം നിങ്ങൾ ഒന്ന് ഓർത്തു നോക്കിയാൽ മതി. ഗുണവദലംകൃതച വാക്യമേവ കാവ്യം എന്ന് കാവ്യത്തെ നിർവചിച്ചത് രാജശേഖരനാണ്. അപ്പോൾ നമുക്ക് ഇതെങ്ങനെ രാജശേഖരനുമായി കണക്ട് ചെയ്യാം? ഗുണവദലംകൃതച വാക്യമേവ കാവ്യം. ഓക്കെ, രാജശേഖരൻ ഗുണവാനാണ് എന്ന് നമുക്ക് ഓർത്ത് വയ്ക്കാം. രാജശേഖരൻ ഗുണവാൻ ആണ് എന്ന് ഓർത്ത് വയ്ക്കാം. അപ്പോൾ ഗുണവദലംകൃതച വാക്യമേവം കാവ്യം എന്ന് നമുക്ക് കിട്ടും. ഓക്കെ, കാവ്യത്തിൽ വേണമെങ്കിൽ കാവ്യത്തിനെ കുറിച്ചാണ് ഇത് പറയുന്നത് എന്ന് ഓർത്ത് വയ്ക്കാൻ വേണ്ടിയിട്ട് നമുക്ക് കാവ്യത്തിൽ രാജശേഖരൻ ഗുണവാനാണ്. ഗുണവാൻ
ആണ് എന്ന് നമുക്ക് ഓർത്ത് വെക്കാം. ഓക്കെ, ഇത് നിങ്ങൾ പ്രത്യേകം ഓർക്കുക. നമുക്ക് മേക്സൊക്കെ ഓർക്കുന്നത് മാതിരി സൂത്രവാക്യങ്ങളൊന്നും ഉപയോഗിച്ച് നമുക്ക് മലയാളം നമുക്കങ്ങനെ ഓർത്ത് വെക്കാൻ പറ്റില്ല. നമുക്ക് ഇതുപോലുള്ള ചെറിയ ചെറിയ കോഡുകൾ അല്ലെങ്കിൽ ഒരു കഥാരൂപത്തിൽ ഒക്കെ ആണ് നമുക്ക് ഓരോ കാര്യങ്ങളും ഓർത്ത് വെക്കാൻ പറ്റുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് പറ്റുന്ന രീതിയിൽ, അല്ലെങ്കിൽ ഞാൻ പറയുന്നത് തന്നെ നിങ്ങൾ ഓർത്ത് വെക്കണമെന്നില്ല, നിങ്ങൾക്ക് പറ്റുന്ന രീതിയിൽ കോഡൊക്കെ ഉണ്ടാക്കി പഠിക്കാൻ പറ്റുന്ന ആളുകളാണെങ്കിൽ അങ്ങനെ പഠിച്ചാലും മതി. ഓക്കെ, അപ്പോൾ കാവ്യത്തിൽ രാജശേഖരൻ ഗുണവാനാണ് എന്ന് പറഞ്ഞാൽ കാവ്യത്തിനെ കുറിച്ച് ഗുണവദലങ്കൃത ച വാക്യമേവം കാവ്യം എന്ന് പറഞ്ഞിട്ടുള്ളത് ആരാണ്? രാജശേഖരനാണ് എന്ന് നമുക്ക് ഓർക്കാം. ഓക്കെ, ഇനി രാജശേഖരൻ തന്നെ പറഞ്ഞിട്ടുള്ള സാഹിത്യവിദ്യ അല്ലെങ്കിൽ സാഹിത്യത്തിനെ കുറിച്ച്, സാഹിത്യം എന്ന് പറഞ്ഞാൽ എന്താണെന്നതിനെ കുറിച്ച് രാജശേഖരൻ പറഞ്ഞിട്ടുള്ള മറ്റൊരു കാര്യം കൂടി ഇതിനോടൊപ്പം കണക്ട് ചെയ്ത് പറയാം. ശബ്ദാർത്ഥങ്ങൾ വേണ്ട പോലെ ഒന്നിച്ചിരിക്കുന്ന അവസ്ഥയെ വിവരിക്കുന്ന വിദ്യയാണ് സാഹിത്യവിദ്യ എന്ന് രാജശേഖരൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ശബ്ദാർത്ഥങ്ങൾ വേണ്ട പോലെ ഒന്നിച്ചിരിക്കുന്ന അവസ്ഥയെ വിവരിക്കുന്ന വിദ്യയാണ് സാഹിത്യവിദ്യ. ഓക്കെ, ഇനി ഇതുപോലെ കാവ്യത്തിനെ കുറിച്ച് ഒത്തിരി പേര്, ഭാമഹൻ, രുദ്രടൻ, വാമനൻ, മമ്മടൻ, നമ്മൾ ഈ സാഹിത്യ സിദ്ധാന്തവുമായി ബന്ധപ്പെട്ട് പഠിക്കുന്ന എല്ലാ സൈദ്ധാന്തികരും എന്ത് പറഞ്ഞിട്ടുണ്ട്? കാവ്യം എന്താണ് എന്നതിനെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഓപ്ഷനിലുള്ള മറ്റാളുകൾ എന്തൊക്കെയാണ് കാവ്യത്തെ നിർവചിച്ചിട്ടുള്ളത് എന്ന് നോക്കാം. ആദ്യം നമ്മൾ പറയുന്നത് ദണ്ഡിയാണ്. ദണ്ഡിയുടെ ഇവരുടെ കൃതി കൂടി നിങ്ങളൊന്ന് ഓർത്ത് വെക്കണം. ഓക്കെ, രാജശേഖരൻ്റെ കൃതിയുടെ പേര് കാവ്യമീമാംസയാണ് കേട്ടോ, കാവ്യമീമാംസ. അപ്പോൾ രാജശേഖരൻ്റെ കൃതിയുടെ പേര് ചോദിച്ചു കഴിഞ്ഞാൽ കാവ്യമീമാംസ. ഓക്കെ, കാവ്യമീമാംസയാണ് രാജശേഖരൻ്റെ കൃതിയുടെ പേര്. ഓക്കെ, ഇനി നമുക്ക് ദണ്ഡിയെ നോക്കാം. ദണ്ഡിയുടെ കൃതി കാവ്യാദർശമാണ്. കാവ്യാദർശം. ഓക്കെ, ഞാനിവിടെ എഴുതാം. ദണ്ഡിയുടെ കൃതിയുടെ പേര് കാവ്യാദർശം. ഓക്കെ, കാവ്യാദർശം. അപ്പോൾ കൃതി നമുക്ക് ഓർക്കാൻ വേണ്ടിയിട്ട് ദണ്ഡിയിൽ ദാ ഉണ്ട്, കാവ്യാദർശത്തിലും എന്തുണ്ട്? ദാ ഉണ്ട്. അപ്പോൾ നമുക്കങ്ങനെ ഓർത്ത് വയ്ക്കാം. ദണ്ഡി കാവ്യാദർശം. ഇതിൽ നമ്മൾ പഠിക്കുന്ന മറ്റു കൃതികളിലൊന്നും ഈ ഒരു ഒരേപോലെ വരുന്ന അക്ഷരങ്ങൾ, അതായത് ദ എന്നുള്ള അക്ഷരം വേറൊരു കൃതിയിലും വരുന്നില്ല. ഓക്കെ, അപ്പോൾ ദണ്ഡി കാവ്യാദർശം. അപ്പോൾ ദ എന്നുള്ളതിൽ നമുക്ക് കണക്ട് ചെയ്യാം. അതുപോലെ തന്നെ നമുക്ക് ഇതിൻ്റെ ഒരു നിർവചനം, കാവ്യ നിർവചനം, അതും കണക്ട് ചെയ്യാൻ പറ്റും. കാവ്യ നിർവചനം എങ്ങനെയാണ്? ശരീരം താവദിഷ്ടാർത്ഥ വ്യവച്ഛിന്ന പദാവലി. ഓക്കെ, ഇതാണ് ദണ്ഡിയുടെ കാവ്യ നിർവചനം എന്ന് പറയുന്നത്. ഇതിൽ നമുക്ക് ഓർത്ത് വയ്ക്കാവുന്ന ഒരു വാക്ക് എന്ന് പറയുന്നത് വ്യവച്ഛിന്ന പദാവലി. വ്യവച്ഛിന്ന പദാവലി എന്നുള്ളത് നമുക്ക് ഒന്ന് ഓർത്ത് വയ്ക്കാം. ഓക്കെ, അപ്പോൾ പദാവലിയിൽ എന്തുണ്ട്? ദാ ഉണ്ട് അല്ലേ, പദാവലിയിൽ ദാ ഉണ്ട്. അപ്പോൾ അത് നമുക്ക് ദണ്ഡിയുമായിട്ട് കണക്ട് ചെയ്യാം. അപ്പോൾ ശരീരം താവത്തിഷ്ടാർത്ഥ വ്യവച്ഛിന്ന പദാവലി. അപ്പോൾ നിങ്ങൾക്ക് ഇത് ഓർക്കുമ്പോൾ തന്നെ എങ്ങനെയാണ് കിട്ടേണ്ടത്? വ്യവച്ഛിന്ന പദാവലി എന്ന് കാവ്യത്തെക്കുറിച്ച് പറഞ്ഞിട്ടുള്ളത് ദണ്ഡിയാണ് എന്നുള്ളത് ഓർത്ത് വയ്ക്കുക. ഇത്രയും വലിയ ശ്ലോകങ്ങളൊന്നും നമുക്ക് എല്ലാ ശ്ലോകങ്ങളും ഇതേപോലെ ഒരുമിച്ച് മുഴുവൻ കാണാതെ പഠിക്കാൻ നമുക്ക് പറ്റില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ഇതിലുള്ള കീവേഡ്സുകൾ ഓർത്ത് വയ്ക്കുക. അപ്പോൾ ഈ ഒരു കീവേഡ്സ് പറഞ്ഞു കഴിഞ്ഞാൽ അല്ലെങ്കിൽ കണ്ടു കഴിഞ്ഞാൽ ഇത് ഇന്ന ആളുടേതാണ് എന്ന് നമുക്ക് ഓർത്ത് വയ്ക്കുന്ന രീതിയിൽ വേണം നിങ്ങൾ പഠിക്കാൻ. ഇത് മാത്രമല്ല, നമുക്ക് ഒത്തിരി അഭിപ്രായങ്ങൾ പഠിക്കാനുണ്ട് അല്ലേ? ഓരോ കൃതിയെ കുറിച്ചിട്ട് ഓരോരുത്തർ പറഞ്ഞിട്ടുള്ള അഭിപ്രായങ്ങൾ, നിരൂപണ വാക്യങ്ങൾ, ഇതൊക്കെ നമുക്ക് പഠിക്കാനുള്ളതാണ്. അപ്പോൾ അത്രയും വലിയ സെൻറ്റൻസുകളൊന്നും നമുക്ക് എത്ര ബ്രില്യൻ്റ് ആണ് എന്ന് പറഞ്ഞാലും നമുക്ക് എല്ലാം ഒന്നും ഓർത്ത് വെക്കാൻ കഴിയില്ല.
അപ്പോൾ എനിക്ക് കഴിയില്ല. അപ്പം ഞാൻ എൻ്റെ കാര്യം പറയുകയാണ്, എനിക്കങ്ങനെ കഴിയില്ല. അപ്പം നമ്മൾ എന്ത് ചെയ്യും, ഓരോ ഇതിലും നമുക്ക് പെട്ടെന്ന് ക്യാച്ച് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള പദങ്ങൾ നമ്മളെന്ത് ചെയ്യുക, ഈ പഠിക്കുന്ന ആളുമായിട്ടോ അല്ലെങ്കിൽ കൃതിയുമായിട്ടോ ഒക്കെ കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്കത് എളുപ്പത്തിൽ ഓർത്ത് വെക്കാൻ വേണ്ടിയിട്ട് കഴിയും. ഓക്കെ, അപ്പോൾ ഇത് കിട്ടിയല്ലോ. ദണ്ഡിയുടെ കൃതിയാണ് കാവ്യാദർശം. ശരീരം താവത്തിഷ്ടാർത്ഥ വ്യവച്ഛിന്ന പദാവലി. ഇപ്പോൾ വ്യവച്ഛിന്ന പദാവലി എന്ന് കാവ്യത്തെ നിർവചിച്ചിട്ടുള്ളത് ദണ്ഡിയാണ് എന്നുള്ളത് ഓർത്ത് വയ്ക്കാം. ഇനി നമ്മുടെ ഓപ്ഷനിലുണ്ടായിരുന്ന മറ്റൊരാളാണ് ആനന്ദവർദ്ധനൻ. ഓക്കെ, ആനന്ദവർദ്ധനൻ്റെതും കൂടി നമുക്കൊന്ന് നോക്കാം. ആനന്ദവർദ്ധനൻ്റെ കൃതി നമുക്കറിയാം, ധ്വന്യാലോകം. ആനന്ദവർദ്ധനൻ ധ്വന്യാലോകം. ഓക്കെ, അപ്പോൾ ധ്വന്യാലോകം നമുക്കും വർദ്ധനനിലെ ധായും ധ്വന്യാലോകത്തിലെ ധായും വെച്ചിട്ട് നമുക്ക് കണക്ട് ചെയ്യാം. ആനന്ദവർദ്ധനൻ ധ്വന്യാലോകം കൃതി കിട്ടി. ഇനി നമുക്ക് ആനന്ദവർദ്ധനൻ പറഞ്ഞിട്ടുള്ള കാവ്യ നിർവചനം എന്താണ് എന്ന് നോക്കാം. ശബ്ദാർത്ഥ ശരീരം താവത് കാവ്യം. ശബ്ദാർത്ഥ ശരീരം താവത് കാവ്യം. ശബ്ദാർത്ഥ ശരീരം താവത് കാവ്യം. ഇങ്ങനെ ഓർത്ത് വയ്ക്കാം, താവത് കാവ്യം. ഓക്കെ, ലാസ്റ്റത്തെ ഒരു വരി. നേരത്തെ പറഞ്ഞതിലും നമുക്ക് ശബ്ദാർത്ഥ ശരീരം ഉണ്ടായിരുന്നു. ആരുടേത്, നമ്മൾ ദണ്ഡിയുടേത് പറഞ്ഞിട്ടുള്ളത് ശബ്ദാർത്ഥ ശരീരമല്ല, ശരീരം എന്ന് വെച്ചിട്ടുള്ളത് ആരുടേത് തന്നെയായിരുന്നു. ദണ്ഡി പറഞ്ഞതിലും ശരീരം ഉണ്ടായിരുന്നു. ശരീരം താവതിഷ്ടാർത്ഥ വ്യവച്ഛിന്ന പദാവലി. അപ്പോൾ നമുക്ക് ശരീരം അവിടെ കണക്ട് ചെയ്യാൻ പറ്റില്ല, കാരണം ശരീരം വേറൊരാൾ കൂടി പറഞ്ഞതുകൊണ്ട് നമുക്കപ്പോൾ കൺഫ്യൂഷൻ വരും. ശബ്ദാർത്ഥം നമുക്ക് പറയാൻ പറ്റുമോ, കണക്ട് ചെയ്യാൻ പറ്റുമോ? ഇല്ല, കാരണം ശബ്ദാർത്ഥവും സഹിതവും കാവ്യം എന്നൊക്കെ പറഞ്ഞിട്ട് വേറെയും ആളുകൾ എന്ത് പറഞ്ഞിട്ടുണ്ട്, കാവ്യത്തെ നിർവചിച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ശബ്ദാർത്ഥവും ശരീരം ഈ രണ്ട് വാക്കുകളും, അതായത് ഇപ്പോൾ പറഞ്ഞിട്ടുള്ള ഈ രണ്ട് വാക്കുകളും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ഇതിലേക്ക് കണക്ട് ചെയ്യാൻ പറ്റില്ല. നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു വാക്യം ഇതാണ്, താവത് കാവ്യം. അപ്പോൾ കാവ്യത്തെ താവത് കാവ്യം എന്ന് പറഞ്ഞിട്ടുള്ളത് ആരാണ്, ആനന്ദവർദ്ധനനാണ് എന്ന് ഓർത്ത് വയ്ക്കുക. അപ്പോൾ കാവ്യത്തെ താവത് കാവ്യം. അപ്പോൾ താവത് കാവ്യം എന്നുള്ളതാണ് നമ്മൾ കീവേഡ്സ് ആയിട്ട് നമ്മളിവിടെ സെലക്ട് ചെയ്തിട്ടുള്ളത്. അപ്പോൾ താവത് കാവ്യം എന്നുള്ളത്, കാവ്യത്തെ താവത് കാവ്യം എന്ന് പറഞ്ഞിട്ടുള്ളത് ആരാണ്, ആനന്ദവർദ്ധനനാണ്. ധ്വന്യാലോകം എന്ന് പറഞ്ഞിട്ടുള്ള കൃതി. ഇനി വ്യവച്ഛിന്ന പദാവലി എന്ന് പറഞ്ഞിട്ടുള്ളത്, പദാവലിയിൽ ചില സമയത്ത് നമ്മൾ പഠിക്കുന്ന സമയത്ത് ചില വാക്കുകളിൽ നമുക്ക് സ്ട്രെസ് കൊടുക്കുക. അപ്പോൾ നമുക്ക് ഓർക്കാൻ പറ്റും, ആ സ്ട്രെസ് കൊടുത്തിട്ടുള്ള വാക്കുകളുമായി കണക്ട് ചെയ്തിട്ടായിരിക്കും നമ്മളതിനെ ഓർത്ത് വെച്ചിട്ടുണ്ടാവുക. അപ്പോൾ പദാവലിയിൽ ദാക്ക് ഞാനൊരു സ്ട്രെസ് കൊടുക്കണം, പദാവലി. അപ്പോൾ ദണ്ഡിയാണ്. അതുപോലെ ദണ്ഡിയുടെ കൃതി ചോദിക്കുകയാണെങ്കിൽ കാവ്യാദർശം. അപ്പോൾ ദാക്ക് ഞാൻ അവിടെ ഒരു സ്ട്രെസ് കൊടുക്കുകയാണ്, കാവ്യാദർശം. അപ്പോൾ കാവ്യാദർശം എഴുതിയിട്ടുള്ളത് ദണ്ഡിയാണ് എന്നുള്ളത് ഓർത്ത് വയ്ക്കുക. ഓക്കെ, ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. ഋഷിമാർക്ക് കഥകളിയിൽ നൽകുന്ന വേഷം. പച്ച, കരി, മിനുക്ക്, കത്തി. ഇതിൽ ഏതാണ് എന്നുള്ളതാണ്. അപ്പം നമുക്കറിയാം കഥകളിക്ക് എത്ര വേഷങ്ങളാണുള്ളത്. പച്ചയുണ്ട്, കത്തി, കരി, താടി, മിനുക്ക്. ഇങ്ങനെ 5 വേഷങ്ങളാണ് കഥകളിയിൽ ഉള്ളത്. ഈ കഥകളിയിൽ ഈ വേഷങ്ങളെ നമ്മൾ എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് തിരിക്കുന്നത്, സ്വഭാവത്തിൻ്റെ അടിസ്ഥാനത്തിൽ. ഇപ്പം നമുക്ക് സാത്വികം, രാജസം, താമസം, ഈ 3 ഗുണങ്ങൾ നമുക്ക് ത്രിഗുണങ്ങൾ എന്ന് പറയാം. ഈ ത്രിഗുണങ്ങളുടെ അടിസ്ഥാനത്തിലാണ് നമ്മൾ വേഷത്തെ തിരിക്കുന്നത്. ക്ലിയർ. അപ്പോൾ ഇതിൽ പച്ച, കരി, മിനുക്ക്, കത്തി
കത്തി. ഇതിൽ ഏത് വേഷമാണ് ഋഷിമാർക്ക് നമ്മൾ കഥകളിയിൽ നൽകുന്നത് എന്നുള്ളതാണ് ചോദ്യം. മിനുക്കാണ് അതിൻ്റെ ശരിയായിട്ടുള്ള ആൻസർ, മിനുക്ക്. ഇനി നമ്മൾ ഓരോ വേഷവും പച്ചയിൽ ഉൾക്കൊള്ളുന്ന ആളുകൾ, അപ്പോൾ ഋഷിമാർ മിനുക്കിലാണ് ഉൾപ്പെടുന്നതെന്ന് പറഞ്ഞു. അതുപോലെ പച്ചയിൽ ഉൾപ്പെടുന്നത്, കരിയിൽ ഉൾപ്പെടുന്നത്, കത്തിയിൽ ഉൾപ്പെടുന്നത് ഒക്കെ നമുക്കൊന്ന് നോക്കാം, ഓർക്കാനും പറ്റും എങ്ങനെയാണ് എന്നുള്ളത്. അപ്പോൾ പച്ചയാണ് ഞാൻ ആദ്യം പറയുന്നത്. പച്ച. ഓക്കെ, പച്ച എന്ന് പറഞ്ഞാൽ അറിയാലോ, നമ്മൾ കഥകളിയിൽ പച്ച മുഖത്ത് നമ്മൾ സാധാരണ കാണുന്ന കഥകളി വേഷമാണ്. നമ്മൾ യൂത്ത് ഫെസ്റ്റിവലിനൊക്കെ കാണാനില്ലേ, പച്ച മുഖത്തേപ്പൊക്കെ തേച്ചിട്ടുള്ള വൈറ്റ് ഡ്രസ്സൊക്കെ ഇട്ടിട്ടുള്ള ആ ഒരു പച്ച, അതാണ് പച്ചവേഷം. എന്താണ് പച്ചവേഷത്തിൻ്റെ സ്വഭാവം? സാത്വിക സ്വഭാവമാണ്. അതായത് ഇവർ നല്ല ആളുകളാണ് എന്നുള്ളത് ഓർത്ത് വയ്ക്കുക. പച്ചേൻ്റെ ആൾക്കാർ നല്ല ആൾക്കാരാണ്. വീരനായകന്മാരാണ് ഇവരെല്ലാവരും. വീരനായകന്മാരെന്ന് പറഞ്ഞാൽ ആരാണ്? കഥാപാത്രം എന്ന് പറഞ്ഞാൽ അതാണ് നായകനെ, വീരനായിട്ടുള്ള ആളായിരിക്കും. അതായത് ആരാലും തോൽപ്പിക്കപ്പെടാത്ത ആളായിരിക്കും ഈ പച്ചവേഷത്തിൽ കൂടുതലും ഉൾക്കൊള്ളുന്നത്. അപ്പോൾ അതാരൊക്കെയാണ് എന്ന് നോക്കാം. പച്ചവേഷത്തിൽ ഉൾക്കൊള്ളുന്നതാണ് രാമൻ ഉണ്ടെങ്കിൽ രാമൻ്റെ കൂടെ എപ്പോഴും ആരുണ്ടാവും? ലക്ഷ്മണൻ ഉണ്ടാവും. ഓക്കെ, ലക്ഷ്മണൻ ഉണ്ടാവും. അപ്പോൾ രാമനും ലക്ഷ്മണനും. അപ്പോൾ രാമൻ്റെ കൂടെ എപ്പോഴും ആരുണ്ടാവും? ലക്ഷ്മണൻ ഉണ്ടാവും. അതുപോലെ തന്നെ മറ്റു രണ്ട് പേരാണ് ആര്? ശ്രീകൃഷ്ണൻ ഉണ്ടെങ്കിൽ കൃഷ്ണൻ്റെ കൂടെ എപ്പോഴും ആരുണ്ടാവും? അർജുനനും ഉണ്ടാവും. അർജുനൻ ഓക്കെ, അർജുനനും ഉണ്ടാവും. ഇത് നമുക്ക് ഈ 4 പേരെ നമുക്ക് ഈ രീതിയിൽ ഓർത്ത് വയ്ക്കാം. ഇവർ വലിയ ഫ്രണ്ട്സാണല്ലോ. രാമനാണെങ്കിൽ രാമൻ്റെ സഹോദരനാണ് ലക്ഷ്മണൻ. രാമൻ്റെ കൂടെ എപ്പോഴും എല്ലാ സ്ഥലത്തേക്കും പോകുന്നത് ആരാണ്? ലക്ഷ്മണനാണ്. അപ്പോൾ രാമനും ലക്ഷ്മണനും. ഇനി ശ്രീകൃഷ്ണനും അർജുനനും ഭയങ്കര സുഹൃത്തുക്കളാണ്. അപ്പോൾ ശ്രീകൃഷ്ണനും അർജുനനും. ഇനി ഇതിലുള്ളത് മറ്റ് 2 പേര്, ഭീമൻ, ഇന്ദ്രൻ. ഇത്രയും ആളുകളാണ് പച്ചവേഷത്തിൽ ഉൾപ്പെടുന്നത്. ഓക്കെ, അപ്പോൾ രാമൻ, ലക്ഷ്മണൻ, ശ്രീകൃഷ്ണൻ, അർജുനൻ, ഭീമൻ, ഇന്ദ്രൻ. ഓർത്ത് വെക്കാമല്ലോ. അപ്പോൾ രാമനുണ്ടെങ്കിൽ ആരുണ്ടാവും? ലക്ഷ്മണൻ ഉണ്ടാവും. ശ്രീകൃഷ്ണൻ ഉണ്ടെങ്കിൽ ആരുണ്ടാവും? അർജുനൻ ഉണ്ടാവും. പിന്നെ ആരാളത്? അർജുനൻ ഉണ്ടെങ്കിൽ ആരുണ്ടാവും? ഭീമൻ ഉണ്ടാവും എന്ന് ഓർത്ത് വയ്ക്കുക. അപ്പോൾ അർജുനനും ഭീമനും സഹോദരന്മാരാണ്. അർജുനൻ, ഭീമൻ, പിന്നെയുള്ളത് ഇന്ദ്രൻ. ഓക്കെ, ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ഇനി അടുത്ത വേഷം നമുക്ക് പറയാം. കത്തിയാണ് നമ്മുടെ ഓപ്ഷനിൽ ഉണ്ടായിരുന്ന മറ്റൊരു വേഷം. കത്തി എന്ന് പറഞ്ഞാൽ രാജസ സ്വഭാവികളായിട്ടുള്ള, അതായത് ഇവർ കുറച്ച് നമുക്കറിയാലോ, കുറച്ച് ദേഷ്യം അങ്ങനെയൊക്കെയുള്ള ആളുകളായിരിക്കും കത്തി വേഷക്കാർ എന്ന് പറയുന്നത്. രാജസം. കത്തി എന്ന് പറഞ്ഞാൽ തന്നെ 2 തരം കത്തിയുണ്ട്. നെടും കത്തിയുണ്ട്, കുറുങ്കത്തി. പക്ഷെ നമുക്ക് ഇതിൽ നെടുങ്കത്തിയിലാണോ കുറുങ്കത്തിയിലാണോ അങ്ങനെയൊന്നും ചോദിക്കില്ല. കത്തി വേഷത്തിൽ ഉൾപ്പെടുന്നത് ആളുകൾ. അപ്പോൾ നെടുങ്കത്തി ആയാലും കുറുങ്കത്തി ആയാലും പ്രശ്നമില്ല. ഓക്കെ, അപ്പോൾ കത്തി വേഷത്തിൽ ഉൾപ്പെടുന്ന ആളുകളെയാണ് ഞാൻ പറയുന്നത്. ദുര്യോധനൻ, കീചകൻ, ശിശുപാലൻ, നരകാസുരൻ. ഓക്കെ, അപ്പോൾ നമുക്ക് എങ്ങനെ ഓർത്ത് വെക്കാം? ദുര്യോധനനും കീചകനും ശിശുവിനെയും കൊണ്ട് ഇവിടെ പോയി? നരകത്തിൽ പോയി എന്നോർത്ത് വയ്ക്കാം. അപ്പോൾ ദുര്യോധനനും കീചകനും ശിശുവിനെയും കൊണ്ട് എങ്ങോട്ട് പോയി? നരകത്തിൽ പോയി. അപ്പോൾ ദുര്യോധനനുണ്ട്, കീചകനുണ്ട്, ശിശു എന്ന് പറഞ്ഞാൽ ശിശുപാലൻ. നരകത്തിൽ പോയി എന്നുള്ളതിൽ നരകത്തിൽ നരകാസുരൻ. ഓക്കെ, നരകാസുരവധല്ല, നരകാസുരൻ. ഓക്കെ, ഇങ്ങനെ ഈ രീതിയിൽ ഓർത്ത് വയ്ക്കാം. അപ്പോൾ ദുര്യോധനനും കീചകനും ശിശുവിനെയും കൊണ്ട് ഇവിടെ പോയി? നരകത്തിൽ പോയി. അപ്പം കത്തി നമുക്ക് വേണമെങ്കിൽ ഇതിലേക്ക് കണക്ട് ചെയ്യാം. ദുര്യോധനനും കീചകനും ശിശുവിനെ കത്തി കൊണ്ട് കുത്തി അല്ലെങ്കിൽ കത്തി കൊണ്ട് കൊന്നു നരകത്തിൽ പോയി എന്ന് വേണമെങ്കിൽ നമുക്ക് ഓർത്ത് വയ്ക്കാം. അപ്പോൾ നമുക്ക് കത്തി വേഷക്കാരാണ് എന്ന് ഓർത്ത് വയ്ക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ അങ്ങനെ കത്തിയും കൂടി ഇതിലേക്ക് കണക്ട് ചെയ്തത്. അപ്പോൾ ആ രീതിയിൽ നിങ്ങളൊന്ന് പഠിച്ചു വയ്ക്കുക. ഓക്കെ, ഇനി
മറ്റൊന്ന് നമ്മുടെ ഓപ്ഷനിലുണ്ടായിരുന്നത് മിനുക്കാണ്. മിനുക്ക് നമ്മൾ പറഞ്ഞു ഋഷിമാരാണ്. ഋഷിമാരും സ്ത്രീകളുമാണ് എന്ത് സ്ത്രീവേഷങ്ങളാണ് മിനുക്കിൽ ഉൾപ്പെടുന്നത് കേട്ടോ. ഋഷിമാർ അല്ലെങ്കിൽ സന്യാസിമാർ, പിന്നെ സ്ത്രീവേഷങ്ങൾ, മഹർഷികൾ ഒക്കെ ഇതിലാണ് ഉൾപ്പെടുന്നത്. ഇനി ഇതിലുള്ള മറ്റൊരു വേഷമാണ് താടി എന്ന് പറഞ്ഞിട്ടുള്ളത്. നമ്മുടെ ഓപ്ഷനിലില്ല. താടി 3 തരം താടിയുണ്ട്. വെള്ളത്താടിയുണ്ട്, ചുവന്ന താടിയുണ്ട്, കറുത്ത താടിയുണ്ട്. അതിൽ വെള്ളത്താടിയിൽ വരുന്നതാണ് ഹനുമാൻ, നന്ദികേശ്വരൻ. അതായത് ഈ വെള്ളത്താടിക്കാർ എന്ന് പറഞ്ഞാൽ അതിമാനുഷ്യരായിട്ടുള്ള ആളുകളാണ് വെള്ളത്താടിക്കാർ. ഓക്കെ, ഹനുമാൻ, നന്ദികേശ്വരന് ഒക്കെ ഇതിന് ഉദാഹരണമാണ്. ഹനുമാനാണ് അതിലെപ്പോഴും ചോദിക്കുന്ന ഒരു ഉദാഹരണം കേട്ടോ. പിന്നെ ചുവന്ന താടി നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ താമസ സ്വഭാവികൾ എന്നൊക്കെ പറഞ്ഞല്ലേ, അല്ലെങ്കിൽ രാജസ സ്വഭാവമുള്ള ആളുകൾ എന്ന് പറഞ്ഞല്ലേ, ഏകദേശം ആ ഒരു സ്വഭാവത്തോട് സാമ്യമുള്ളതാണ് ചുവന്ന താടിക്കാർ. അതിൽ ബാലി, ഭഗൻ, സുഗ്രീവൻ. ഇതിൽ ബാലി എപ്പോഴും ചോദിക്കുന്നതാണ്. ബാലി ഉണ്ടെങ്കിൽ ആരുണ്ടാവും? സുഗ്രീവൻ ഉണ്ടാവും. ഒരു സഹോദരങ്ങളാണല്ലോ, അപ്പോൾ ബാലിയും സുഗ്രീവനും. പിന്നെ ഭഗൻ, ബാലിയും സുഗ്രീവനും ഭഗനും. ഓക്കെ, മറ്റൊരു വേഷമാണ് കരിയിൽ താമസ സ്വഭാവികളായ വനചാരികളാണ് കരി എന്ന് പറഞ്ഞിട്ടുള്ള വേഷത്തിൽ വരുന്നത്. കാട്ടാളൻ, നക്രതുണ്ടി, ശൂർപ്പണഖ, ഇതൊക്കെയാണ് ഇതിലെ കഥാപാത്രങ്ങൾ, പ്രധാന കഥാപാത്രങ്ങൾ. ഇതിൽ നക്രതുണ്ടി ചോദിച്ചിട്ടുള്ളൊരു കഥാപാത്രമാണ് കേട്ടോ. കാട്ടാളൻ, നക്രതുണ്ടി, ശൂർപ്പണഖ. കാട്ടാളൻ ശൂർപ്പണഖയെ തുണ്ടമാക്കി എന്ന് ഓർത്ത് വയ്ക്കാം. ശൂർപ്പണഖയെ അറിയാലോ, മൂക്കും മുലയും ഛേദിച്ചിട്ടുള്ള അവസ്ഥയിലാണ് ശൂർപ്പണഖ ഉണ്ടായിട്ടുണ്ടായിരുന്നത്. കഥയൊക്കെ നിങ്ങൾക്ക് അറിയാമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ കാട്ടാളനാണ് ആ തുണ്ടമാക്കിയത് എന്ന് ഓർത്ത് വയ്ക്കുക. അപ്പോൾ കാട്ടാളൻ ശൂർപ്പണഖയെ തുണ്ടമാക്കി. തുണ്ടമാക്കി എന്നതിൽ നക്രതുണ്ടി, പിന്നെ കാട്ടാളൻ, ശൂർപ്പണഖ, നമുക്കത് അറിയാം. ഓക്കെ, ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ഈ ഒരു ചോദ്യം അതിൻ്റെ എക്സ്പ്ലനേഷനൊക്കെ നിങ്ങൾക്ക് ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു കേട്ടോ. ഇനി അടുത്തത് വ്യാകരണവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ചോദ്യമാണ് വ്യാകരണത്തിൽ തന്നെ നമുക്ക് സ്ഥിരമായിട്ട് ചോദിക്കുന്ന വ്യാകരണത്തിലെ ഒരു ചോദ്യ വിഭാഗമാണ് ലീലാതിലകത്തിലെ സന്ധികാര്യം. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഭാഗമാണ്, ഒത്തിരി തവണ ചോദിച്ചിട്ടുള്ളതുമാണ് കേട്ടോ. അതിൽ നമുക്ക് സ്ഥിരമായിട്ട് ചോദിക്കുന്ന 1-2 ലീലാതിലക സൂത്രങ്ങളുണ്ട്. അതിലൊന്നാണ് ഈ ഒരു ചോദ്യത്തിൻ്റെ ഉത്തരമായിട്ട് വരുന്നത്. വട്ടം അധികം പലക, വട്ടപ്പലക എന്നാകുന്നത് ഏത് സന്ധി പ്രകാരമാണ്? വട്ടം അധികം പലക, വട്ടപ്പലകയാകുന്നത് ഏത് സന്ധി പ്രകാരമാണ് എന്നുള്ളതാണ് ചോദ്യം. ഓപ്ഷൻ നസ്തസ്യട, കൊച്ചില്ലോപ, ലോണോനെ, ഋട്ടോർദിത്വം ച. ഇതാണ് നമ്മുടെ ഓപ്ഷനുകൾ. അപ്പോൾ ഏതായിരിക്കും? നിങ്ങൾ മനസ്സിലൊന്ന് ഓർത്ത് വയ്ക്കുക ഏതായിരിക്കും നിങ്ങളുടെ ആൻസർ എന്നുള്ളത്. നമുക്ക് ഇതിന് നിങ്ങൾക്കറിയാമല്ലോ, സെറ്റിനൊന്നും നെഗറ്റീവ് മാർക്കില്ല. അപ്പോൾ ഏത് ആൻസർ വേണമെങ്കിലും, നിങ്ങൾക്ക് അറിയില്ലെങ്കിൽ കൂടി ഏത് ആൻസർ വേണമെങ്കിലും നിങ്ങൾക്ക് മാർക്ക് ചെയ്യാം. അപ്പോൾ അങ്ങനെ മാർക്ക് ചെയ്യാൻ നിങ്ങൾക്കൊരു അവസരം കിട്ടിയാൽ നിങ്ങൾ ഇതിലേത് ഓപ്ഷൻ ആയിരിക്കും മാർക്ക് ചെയ്യുക എന്നുള്ളത് മനസ്സിലൊന്ന് ഓർത്ത് വയ്ക്കുക. എന്നിട്ട് ഞാൻ പറയുമ്പോൾ അത് ശരിയാണോ തെറ്റാണോ എന്നുള്ളത് കൂടി നോക്കുക. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ആൻസർ വരുന്നത് കൊച്ചില്ലോപയാണ്. അപ്പോൾ ലീലാതിലകത്തിലെ സൂത്രം 55 കൊച്ചില്ലോപ എന്ന് പറയുന്നത്. എന്താണ് കൊച്ചില്ലോപ? വട്ടം അധികം പലക, വട്ടപ്പലക. അതായത് ചിലയിടത്ത് എന്ത് വരും? മകാരലോപവും പരമായ കചതപങ്ങൾക്ക് ദ്വിത്വവും സംഭവിക്കുന്നു ചില സന്ദർഭങ്ങളിൽ. ഇതാണ് ഇതിൻ്റെ കൊച്ചില്ലോപേൻ്റെ എക്സ്പ്ലനേഷൻ. എന്താ ചോദിച്ചാൽ, ചില സന്ദർഭങ്ങളിൽ മകാരത്തിന് ലോപം സംഭവിക്കുകയും പരമായിട്ട് പറഞ്ഞാൽ അതിന് ശേഷം വരുന്ന ക, ച, ത, പ ഈ അക്ഷരങ്ങൾക്ക് എന്തും സംഭവിക്കും? ദ്വിത്വവും സംഭവിക്കും എന്നാണ് പറയുന്നത്. എങ്ങനെയാണ് മകാരലോപം? നമ്മുടെ കേരള പാണിനീയത്തിൽ നമ്മൾ AR പറയുന്നുണ്ട്, മകാരം താൻ അനുസ്വാരം സ്വരം ചേർന്നാൽ തെളിഞ്ഞിടും എന്ന് പറയുന്ന ഒരു കാരിക പറയുന്നുണ്ട്. അതെങ്ങനെയാണ്? മരം അധികം കേരള പാണിനീയത്തിലേതാണ് പറയുന്നത്? മരം അധികം ഇല്ല. നമ്മളെങ്ങനെ പറയും? മരമില്ല എന്ന് പറയും അല്ലേ? മരമില്ല എന്ന് പറയും.
അപ്പോൾ നമുക്കെന്താണ് ഈ അനുസ്വാരം എന്ന് പറയുന്നത് എന്താണ്, മകാരം തന്നെയാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. എപ്പോഴാണ് മനസ്സിലാക്കാൻ പറ്റുക അനുസ്വാരം മകാരമാണ് എന്നുള്ളത്? ഈ അനുസ്വാരത്തിന് ശേഷം സ്വരം വരികയാണെങ്കിലാണ് നമുക്ക് ആ അനുസ്വാരം എന്താണ് എന്ന് മനസ്സിലാക്കുക. മ എന്നാണ് എന്നുള്ളത് മനസ്സിലാക്കാൻ പറ്റുക. ഇപ്പം തന്നെ നോക്കൂ, മരം അധികം ഇല്ല എന്നുള്ളത് നമ്മൾ ചേർത്ത് വായിക്കുന്ന സമയത്ത് മരമില്ല എന്നാണ് പറയുന്നത്. അപ്പോൾ ഈ അനുസ്വാരം ഇവിടുന്ന് പോയിട്ട് അവിടെ ഏത് അക്ഷരം വന്നു, മ എന്നുള്ള അക്ഷരം വരുന്നു. അപ്പം അനുസ്വാരം തന്നെയാണ് മകാരം എന്നാണ് പറയുന്നത്. അത് തന്നെയാണ് ഇവിടെയും പറയുന്നത്. ഇവിടെ പക്ഷേ എന്തുണ്ട്, മകാരത്തിന് ലോപം സംഭവിക്കുകയും അതിന് ശേഷം എന്ത് വരികയാണെങ്കിൽ, അതിന് ശേഷം ക ച ത പ ഇതിലേതെങ്കിലും അക്ഷരം വരുവാണെങ്കിൽ അതിന് ഇരട്ടിപ്പ് സംഭവിക്കുകയും ചെയ്യുന്നു എന്നാണ് പറയുന്നത്. ക്ലിയർ? അപ്പോൾ അതിൻ്റെ ഉദാഹരണമാണ് ഇപ്പോൾ വട്ടം അധികം പലക. വട്ടത്തിൽ ഇവിടെ എഴുതാം വട്ടം അധികം പലക. വട്ടപ്പലക എന്നാണ് വരുന്നത്. വട്ടപ്പലക. ഇതിൽ അനുസ്വാരം പോവുകയാണ് ചെയ്യുന്നത്. അവിടെ മകാരത്തിന് എന്ത് സംഭവിക്കുന്നില്ല, മകാരം തെളിഞ്ഞു കാണുന്നില്ല. നമുക്ക് പറഞ്ഞല്ലോ നേരത്തെ, ചിലയിടത്ത് മകാര ലോപം വരും, ചില സമയത്ത് എന്ത് വരും, കച്ചത്തപ്പങ്ങൾക്ക് ഇരട്ടിപ്പ് സംഭവിക്കും. അങ്ങനെ രണ്ട് കാര്യങ്ങളാണ് ഇതിൽ വരുന്നത്. അപ്പോൾ ഇവിടെ സംഭവിക്കുന്നത് എന്താണ്, മകാര ലോപമല്ല, മറിച്ച് എന്താണ്, ഈ അനുസ്വാരം പോയിട്ട് പുറകെ വരുന്ന കച്ചത്തപങ്ങളിലെ പ എന്നുള്ള അക്ഷരം എന്താണ് ചെയ്യുന്നത്, ഇരട്ടിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ വട്ടപ്പലക. ഈ ഒരു വിഭാഗത്തിൽ വരുന്ന മറ്റൊരു ഉദാഹരണമാണ്, ഈ സെയിം സൂത്രത്തിന് വരുന്ന മറ്റൊരു ഉദാഹരണമാണ് ചതുരം അധികം കിണർ. എങ്ങനാവും, ചതുരക്കിണർ എന്നാവും. ചതുരക്കിണർ. ഓക്കെ, ഇവിടെ അങ്ങനെയാണ്. അനുസ്വാരം പോയിട്ട് കായ്ക്കെന്ന് സംഭവിക്കും, ഇരട്ടിപ്പ് സംഭവിക്കുകയാണ് ചെയ്യുന്നത്. ക്ലിയർ? ഇത് ഇങ്ങനെ തന്നെ, ഈ ഉദാഹരണം തന്നെ പഠിച്ചു വെച്ചാൽ മതി. വട്ടം അധികം പലക, വട്ടപ്പലക, ചതുരം അധികം കിണർ, ചതുരക്കിണർ. ഇതിന് രണ്ടിനും വരുന്ന ലീലാതിലക സൂത്രം ചോദിച്ചാൽ കൊച്ചില്ലോപ. ഇത് ഈ രീതിയിൽ തന്നെയാണ് ചോദിക്കുക കേട്ടോ. മറ്റൊരു ഉദാഹരണം ഇതിൽ ചോദിക്കില്ല, കാരണം ഇത് ലീലാതിലകത്തിൽ കൊടുത്തിട്ടുള്ള ഉദാഹരണമാണ്. ക്ലിയർ? ഇനി ഇതിലെപ്പോഴും ചോദിക്കുന്ന മറ്റൊരു സൂത്രം നസ്തസ്യട്ട ആണ്. നസ്തസ്യട്ട പറയാം. നസ്തസ്യട്ട. ഓക്കെ, നസ്തസ്യ ട എന്നാണ് പറയുന്നത്. ഇത് ആദേശസന്ധിയിൽ നമ്മൾ ഫസ്റ്റ് പഠിക്കുന്ന സൂത്രമാണ്. സൂത്രമല്ല, ഫസ്റ്റ് പഠിക്കുന്ന ആ ഒരു ശ്ലോകത്തിൻ്റെ സെയിം വരുന്നതാണ് നസ്തസ്യട്ട എന്ന് പറയുന്നത്. അതായത് ഇതിൽ തന്നെ നമുക്ക് ഈ ഒരു ശ്ലോകത്തിൽ നിന്ന് ചില ആൻസറുകളൊക്കെ നമുക്ക്, അല്ലെങ്കിൽ ചില എക്സ്പ്ലനേഷൻസ് ഒക്കെ നമുക്ക് എന്തിൽ നിന്ന് തന്നെ, നമുക്ക് തന്നിട്ടുള്ള സൂത്രത്തിൽ നിന്ന് തന്നെ പഠിക്കാൻ വേണ്ടിയിട്ട് എളുപ്പമാണ്. അപ്പം നസ്തസ്യട്ട എല്ലാ കാര്യങ്ങളും ഇതിൽ പറഞ്ഞിട്ടുണ്ട്. പറയാം. നഗാരത്തിന് പരമായി നാണ്ട്, നഗാരത്തിന് പരമായി തകാരം വന്നു കഴിഞ്ഞാൽ, നഗാരത്തിന് പരമായി തകാരം വന്നു കഴിഞ്ഞാൽ എന്താണ്, തകാരം എന്തായി മാറും, ടകാരമായി മാറും. ഓക്കെ, നഗാരത്തിന് പരമായി തകാരം വന്നു കഴിഞ്ഞാൽ തകാരത്തിന് തകാരം എന്തായി മാറും, ടകാരമായി മാറും. ഇതേ രീതിയിൽ തന്നെ നിങ്ങൾ ഓർത്ത് വയ്ക്കുക. ഓക്കെ, നഗാരത്തിന് പരമായി തകാരം വന്നു കഴിഞ്ഞാൽ ഈ ഒരു ആരോ മാർക്ക് ഓർത്ത് വയ്ക്കുക. ഇങ്ങനെയാണിത് മനസ്സിലാക്കുക. നഗാരത്തിന് പരമായിട്ട്, അതായത് നഗാരത്തിന് ശേഷം തകാരം വന്നു കഴിഞ്ഞാൽ തകാരം എന്തായി മാറും, ടകാരമായി മാറും. ഉദാഹരണം ഓർക്കുക. കൺ അധികം തീതു. ഇപ്പം എന്നുള്ളത് നായാണ്. നഗാരത്തിന് പരമായിട്ട് എന്ത് വന്നു, താ വന്നു. ഈ താ എന്തായി മാറും, താ എന്നുള്ളത് പോയിട്ട് ട ആയി മാറും എന്നാണ് പറയുന്നത്. ഇപ്പം ഇത് ചേർത്ത് എഴുതുന്ന സമയത്ത് എന്താണ് നമുക്ക് കിട്ടുക, കണ്ടീതു എന്ന് കിട്ടും. ഓക്കെ, ഇപ്പം നമ്മൾ വിൺ അധികം തലം, വിണ്ടലം എന്ന് പറയുന്നതും ഇതിൻ്റെ സെയിം ഉദാഹരണമാണ്. ക്ലിയർ? അപ്പോൾ ഈ ശ്ലോകത്തിൽ നിന്ന് തന്നെ നിങ്ങൾ പഠിക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക.
പക്ഷെ നമ്മൾ നേരത്തെ പറഞ്ഞ കോച്ചില്ലോബ നമുക്ക് അങ്ങനെ അത്ര പെട്ടെന്ന് ഓർത്ത് വയ്ക്കാൻ പറ്റില്ല. ഉദാഹരണം പഠിച്ചു വയ്ക്കുക, അതിൻ്റെ സൂത്രം ഇതാണ് എന്നുള്ളത് തന്നെ പഠിച്ചു വയ്ക്കുക, ആ രീതിയിൽ തന്നെ പഠിച്ചു വെച്ചാൽ മതി. ഓക്കെ, നസ്തസ്യട്ട, ഇതാണ് ഇതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്ന 2 ചോദ്യങ്ങൾ ഇതാണ് കേട്ടോ. അടുത്ത ചോദ്യം നോക്കാം. ക്രിയകളെ അവയുടെ പ്രകൃതി പ്രമാണിച്ച് എങ്ങനെ വിഭജിക്കാം? അപ്പം ക്രിയകളെ അവയുടെ പ്രകൃതി പ്രമാണിച്ച് എങ്ങനെയാണ് വിഭജിക്കുന്നത്? പ്രകൃതി പ്രമാണിച്ചുള്ള വിഭജനമാണ് ഓപ്ഷൻ ബി, കേവലം പ്രയോജകം. കേവലം പ്രയോജകം. ഇവിടെ തന്നിട്ടുള്ള ഈ ക്രിയാവിഭജനം എല്ലാം ഏതെങ്കിലും ഒരു പ്രത്യേക മാനദണ്ഡത്തിൻ്റെ അനുസരിച്ചുള്ള വിഭജനമാണ്. ഓക്കെ, അപ്പം നമുക്ക് നോക്കാം. കേവലം പ്രയോജകം. അപ്പം നമുക്ക് ഒന്ന് തിരിച്ചിടാം. പ്രയോജകം കേവലം എന്ന് പഠിച്ചാൽ നമുക്കെന്ത് കിട്ടും? പ്രയോജകത്തിൽ പ്രായുണ്ട്, പ്രകൃതിയിലും പ്രായുണ്ട് അല്ലേ? അപ്പോൾ പ്രയോജകവും കേവലം പ്രയോജകം അല്ലെങ്കിൽ പ്രയോജകം കേവലം എന്ന് പഠിച്ചിരിക്കുക, പ്രകൃതി പ്രമാണിച്ച്. അപ്പം രണ്ടിലും ഒരേപോലെ വരുന്നതായതുകൊണ്ട് ഇത് പ്രകൃതി പ്രമാണിച്ചിട്ടാണ് എന്ന് ഓർത്ത് വയ്ക്കുക. ഇനി എന്താണ് കേവലം, എന്താണ് പ്രയോജകം എന്നറിയാലോ. കേവലം എന്ന് പറഞ്ഞാൽ, കേവലക്രിയ എന്ന് പറഞ്ഞാൽ നമ്മൾ നമ്മുടെ സ്വന്തം ഇഷ്ടപ്രകാരം ചെയ്യുന്നതാണ്. ഇപ്പോൾ ഉറങ്ങുന്നു, കഴിക്കുന്നു, ചാടുന്നു, ഓടുന്നു എന്നൊക്കെ പറഞ്ഞ് നമ്മൾ സ്വന്തം ഇഷ്ടപ്രകാരം ചെയ്യുന്നു. മറ്റൊരാൾ നിർബന്ധിച്ച് ചെയ്യുന്നതാണെങ്കിൽ അതാണ് പ്രയോജകക്രിയ. അപ്പോൾ കഴിപ്പിക്കുന്നു, ഓട്ടുന്നു, ഉറക്കുന്നു എന്നൊക്കെ പറയുന്നത് പ്രയോജകക്രിയ. ഓക്കെ, അപ്പോൾ പ്രകൃതി എന്ന പ്രകൃതിയിലെ പ്രകൃതി പ്രമാണിച്ച് പ്രയോജകം കേവലം എന്നോർക്കാം. ഓക്കെ, പ്രയോജകം കേവലം. ഇനി നമുക്ക് പറയുന്നത് സകർമ്മകം അകർമ്മകമാണ്. സകർമ്മകം അകർമ്മകം എന്ത് പ്രമാണിച്ചിട്ടുള്ളതാണ്? സകർമ്മകം അകർമ്മകം അല്ലെങ്കിൽ അകർമ്മകം സകർമ്മകം എന്ന് പറയാം. അകർമ്മകത്തിൽ ആയുണ്ട് അല്ലേ? അപ്പോൾ അത് അർത്ഥം പ്രമാണിച്ചിട്ടുള്ളതാണ്. അർത്ഥം പ്രമാണിച്ചിട്ടുള്ളതാണ്. അകർമ്മകം സകർമ്മകം അർത്ഥം പ്രമാണിച്ച് രണ്ടിലും ആയുണ്ട്. ഞാൻ ഈ രീതിയിലൊക്കെയാണ് കേട്ടോ ഓർത്ത് വയ്ക്കുന്നത്. ഇനി കാരിതം അകാരിതം. കാരിതം അകാരിതം. കാരിതം അകാരിതം ഇങ്ങനെ ഓർക്കാം. കാരിതം അകാരിതം സ്വഭാവം അനുസരിച്ച്, സ്വഭാവം അല്ലെങ്കിൽ രൂപം, രൂപം അല്ലെങ്കിൽ സ്വഭാവം അനുസരിച്ചുള്ളതാണ് കാരിതം അകാരിതം. ഓക്കെ, സകർമ്മക അകർമ്മക നമ്മൾ നേരത്തെ പറഞ്ഞു. സകർമ്മകർണ കർമ്മമുള്ള ക്രിയ, അകർമ്മകർണ കർമ്മമില്ലാത്ത ക്രിയ. ഇനി കാരിതം എന്ന് പറഞ്ഞാൽ നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ കേവലക്രിയ പ്രയോജകക്രിയ പറഞ്ഞതിൽ കേവലക്രിയയെ അടിസ്ഥാനമാക്കിയിട്ടാണ് നമ്മൾ കാരിതവും അകാരിതവും വിഭജിക്കുന്നത്. അപ്പോൾ കേവലക്രിയയിൽ ക അല്ലെങ്കിൽ ക്ക് എന്നുള്ള അക്ഷരമുള്ളതാണെങ്കിൽ കാരിതം, ക്ക് ഇല്ലാത്തതാണെങ്കിൽ അകാരിതം. അപ്പോൾ ഞാൻ ഒരു ഉദാഹരണം പറയാണ്. പഠിക്കുന്നു എന്ന് പറയുന്നത് എന്താണ്? ഒരു കേവലക്രിയയാണ് അല്ലേ? അപ്പോൾ പഠിക്കുന്നു അതിൽ എന്തുണ്ട്? ക ഉണ്ട്. ക, പഠിക്കുന്നു എന്ന് പറയുമ്പോൾ കു എന്നുള്ള ശബ്ദമുണ്ട്. അപ്പോൾ അതെന്താണ്? കേവലക്രിയ. ഇനി ഞാൻ പറയാണ് ഓടുന്നു. ഓടുന്നു എന്ന് പറയുന്നത് എന്താണ്? കേവലക്രിയ തന്നെയാണ്, പക്ഷെ അതിൽ ക ഉണ്ടോ? ഇല്ല. അപ്പം അങ്ങനെ വരുന്നതാണ് അകാരിതക്രിയ. അപ്പോൾ കാരിതം അകാരിതം രൂപം, അകാരിതത്തിലും അകാരിതത്തിലും എന്തുണ്ട്? രണ്ട്. അപ്പോൾ രൂപം അനുസരിച്ച്, രൂപം അല്ലെങ്കിൽ സ്വഭാവം എന്ന് പഠിച്ചു വയ്ക്കാം. ഓക്കെ, ഇനി നമ്മുടെ ഓപ്ഷനിലുണ്ടായിരുന്നത് മുറ്റുവിന പറ്റുവിനയാണ്. മുറ്റുവിന പറ്റുവിന, മുറ്റുവിന പറ്റുവിന. ഇത് ക്രിയാശബ്ദങ്ങളുടെ പ്രാധാന്യം അനുസരിച്ചാണ്. പ്രാധാന്യം ഇപ്പോൾ വെച്ചിട്ട് നമ്മൾ നേരത്തെ പ്രകൃതി പ്രയോജകം എന്ന് പഠിച്ചു. ഇത് അങ്ങനെ ചോദിക്കാറില്ല. മുറ്റുവിന പറ്റുവിന ഇത് ക്രിയേൻ്റെ പ്രാധാന്യത്തിനനുസരിച്ചാണ് ഈ ഒരു വിഭജനം. ഓക്കെ, ക്രിയയുടെ പ്രാധാന്യത്തിനനുസരിച്ചുള്ള വിഭജനമാണ് മുറ്റുവിന പറ്റുവിന എന്ന് പറയുന്നത്. ക്ലിയർ? അപ്പോൾ ഈ കണക്റ്റിംഗ് പോയിൻറ്റ്സും എങ്ങനെയാണ് ഓർത്ത് വെക്കേണ്ടത് എന്ന് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അടുത്ത ചോദ്യം നോക്കാം. മലയാളത്തിലെ ല, ള എന്നിവ ഏത് വിഭാഗത്തിൽപ്പെടുന്ന വർണ്ണങ്ങളാണ്? ഇത് ഭാഷാശാസ്ത്രവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ചോദ്യമാണ്. ഭാഷാശാസ്ത്രവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ചോദ്യം. ഓക്കെ, അപ്പോൾ നമ്മൾ അക്ഷരങ്ങളുടെ വിഭജനം നമ്മൾ
വ്യാകരണത്തിലൊക്കെ പഠിക്കുന്നുണ്ട്. ലഘരം, അധികരം, മൃദു, ഘോഷം എന്നൊക്കെ പഠിക്കുന്നുണ്ട്. അതേപോലെ തന്നെ ഭാഷാശാസ്ത്രത്തിലും എന്തുണ്ട്, അക്ഷരങ്ങൾക്ക് വിഭജനമുണ്ട്. ഈ വിഭജനം എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ്? നമ്മൾ ഉച്ചരിക്കുന്ന ഉച്ചാരണത്തിൻ്റെ അടിസ്ഥാനത്തിൽ. ഓക്കെ, ഉച്ചാരണത്തിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ സ്വരങ്ങളെയും വ്യഞ്ജനങ്ങളെയും ഒക്കെ വിഭജിക്കുന്നുണ്ട്. അതിൽ വ്യഞ്ജന വിഭജനത്തിൽ, വ്യഞ്ജനത്തിൻ്റെ നിർണയത്തിലാണ് നമ്മൾ ഈ ഒരു വിഭജനം പഠിക്കുന്നത്. നമുക്കിവിടെ തന്നിട്ടുള്ള 4 ഓപ്ഷൻസ്: പാർഷികം, പ്രവാഹി, ഉൽക്ഷിപ്തം, കമ്പിതം. ഏതിലാണ് ല, ള എന്നിവ പെടുന്നത് എന്നാണ് ചോദ്യം. അപ്പം നമുക്ക് അതിൻ്റെ ഉത്തരത്തിലേക്ക് നോക്കാം. അതിൻ്റെ ഉത്തരം എന്ന് പറയുന്നത് പാർഷികങ്ങളാണ്. പാർഷികമാണ് അതിൻ്റെ ആൻസറായിട്ട് വരുന്നത്, ല, ള എന്നിവ. ഓക്കെ, ഇനി ഇതിന് എന്താണ് പാർഷികം, എന്താണ് പ്രവാഹി, എന്താണ് ഉൽക്ഷിപ്തം, ഇങ്ങനെയൊന്നും പഠിക്കേണ്ട ആവശ്യമില്ല. പക്ഷെ നിങ്ങൾക്കത് അറിഞ്ഞിരിക്കുക എന്നുള്ളത് നമ്മൾ മലയാളം പഠിക്കുന്നവരെ സംബന്ധിച്ച് ഒരു അടിസ്ഥാനപരമായ കാര്യമായതുകൊണ്ട് ഇതൊക്കെ എന്താണ് എന്ന് നിങ്ങളൊന്ന് അറിഞ്ഞിരിക്കുക. ഓക്കെ, നമുക്ക് ഈ ഹെഡിങ്ങും അതിലുൾപ്പെടുന്ന അക്ഷരങ്ങളും മാത്രം പഠിക്കുന്നതാണ് ഏറ്റവും പ്രധാനമെന്ന് പറയുന്നത് കേട്ടോ. അതിൽ നമ്മൾ തുടക്കം മുതൽ പറയുകയാണെങ്കിൽ ഈ വ്യഞ്ജനങ്ങളെ നമ്മൾ 3 രീതിയിലാണ് വിഭജിക്കുന്നത്. അതിൽ ആദ്യത്തേത് ഉച്ചാരണ സ്ഥാനം അനുസരിച്ചുള്ള വിഭജനമാണ്. അത് നമുക്കറിയാം: കണ്ഠ്യം, താലവ്യം, മൂർധന്യം. അപ്പോൾ ഏത് സ്ഥാനത്ത് വെച്ചിട്ടാണ് നമ്മൾ ഓരോ അക്ഷരങ്ങളും ഉച്ചരിക്കുന്നത് എന്നതിൻ്റെ അടിസ്ഥാനത്തിലുള്ള വിഭജനമാണ് ഒന്നാമത്തത്. രണ്ടാമത്തത് ഉച്ചാരണ രീതി അനുസരിച്ചാണ്. ഉച്ചാരണ രീതി എന്ന് പറഞ്ഞാൽ നമുക്കറിയാലോ, ഈ വ്യഞ്ജനാക്ഷരങ്ങൾ ഉച്ചരിക്കുന്ന സമയത്ത് പല സ്ഥലങ്ങളിലും നമ്മുടെ വായിൻ്റെ അകത്തുള്ള പല സ്ഥലങ്ങളിലും വായു തട്ടി തടഞ്ഞിട്ടാണ് എന്ത് ചെയ്യുന്നത്, ഓരോ അക്ഷരങ്ങളും ഉച്ചരിക്കപ്പെടുന്നത്. അപ്പോൾ ഉച്ചാരണത്തിൽ വായുവിൻ്റെ രീതിഭേദമനുസരിച്ചുള്ള വ്യഞ്ജനങ്ങളുടെ വിഭജനമാണ് നമുക്കിവിടെ തന്നിട്ടുള്ള ഈ ഓപ്ഷനുകൾ എന്ന് പറയുന്നത്. അതിൽ നമുക്ക് തന്നിട്ടുള്ള ഓപ്ഷനുകൾ മാത്രം നമുക്കൊന്ന് പെട്ടെന്ന് പറഞ്ഞു പോകാം. ആദ്യം ഞാൻ പറയുന്നത് കമ്പിതമാണ്. കമ്പിതം. ഓക്കെ, കമ്പിതം അല്ലെങ്കിൽ അതിൻ്റെ മറ്റു പേരുകൾ ത്രാസം എന്നുള്ളതാണ്. മറ്റു പേര് ത്രാസം എന്നുള്ളതാണ് കേട്ടോ. കമ്പിതം അല്ലെങ്കിൽ ത്രാസം അറിയാലോ. കമ്പിതം അല്ലെങ്കിൽ ത്രാസം, ത്രസിക്കുക എന്ന് പറഞ്ഞാൽ അറിയാലോ, ഒരു ഷിവറിങ് പോലെ ഉണ്ടാവുക. അങ്ങനെ ഓർത്ത് വയ്ക്കുക, ഷിവറിങ് പോലെ. അപ്പോൾ ഉച്ചാരണ അവയവം, നമ്മുടെ ഉച്ചാരണ നാക്ക്, പല്ല്, ചെറുനാക്ക്, ഇതൊക്കെ ഉച്ചാരണാവയവങ്ങളാണ്. അപ്പോൾ ഉച്ചാരണാവയവം ഉച്ചാരണ സ്ഥാനത്തെ തുടരെ തൊടുകയും പെട്ടെന്ന് വിട്ടുമാറുകയും ചെയ്യുമ്പോഴുണ്ടാകുന്ന സ്വരങ്ങളെയാണ് നമ്മൾ എന്ത് പറയുക, സ്വരങ്ങളല്ല, സ്വനങ്ങൾ, ശബ്ദങ്ങളെയാണ് നമ്മൾ എന്ത് പറയുക, കമ്പിതം അല്ലെങ്കിൽ ത്രാസം എന്ന് പറയുന്നത്. ഞാൻ ഉദാഹരണം പറയുന്ന സമയത്ത് നിങ്ങൾക്ക് മനസ്സിലാവും. കമ്പിതം, ഏതോ ഒരു അക്ഷരം ഉച്ചരിക്കുന്ന സമയത്ത് നമുക്കൊരു ഷിവറിങ് പോലെ അല്ലെങ്കിൽ ഒരു വൈബ്രേഷൻ പോലെ തോന്നും. അത് ഏത് അക്ഷരമാണ്? റാ എന്നുള്ളതും ഇർ എന്നുള്ളതും. ഇവിടെ എന്താണ് ചെയ്യുന്നത്? ഉച്ചാരണാവയം പെട്ടെന്ന് തൊടുകയും പെട്ടെന്ന് വിട്ടുമാറുകയും ചെയ്യുന്നു നമ്മൾ ഈ അക്ഷരങ്ങൾ ഉച്ചരിക്കുന്ന സമയത്ത്. ഓക്കെ, അതാണ് ഇവിടെ പറയുന്നത് കമ്പിതം എന്ന് പറയുന്നത്. റാ, ഇർ, അങ്ങനെ ഓർത്ത് വയ്ക്കുക. കമ്പിതം എന്ന് പറഞ്ഞാൽ എന്താ നമുക്കറിയാലോ. ഇപ്പോൾ നമ്മൾ ഈ വീണേൻ്റെ കമ്പികൾ, വയലിൻ്റെ കമ്പികൾ, ഇതൊക്കെ തൊടുന്ന സമയത്ത് ഒരു വൈബ്രേഷൻ ഉണ്ടാവും. ആ വൈബ്രേഷനോട് കൂടി വരുന്ന ശബ്ദമാണ് റാ, ഇർ എന്നോർത്ത് വയ്ക്കുക. അപ്പോൾ കമ്പിതത്തിന് ഉദാഹരണമാണ് റാ, ഇർ എന്ന് പറയുന്നത്. ഓക്കെ, അടുത്തത് നമ്മുടെ ഓപ്ഷനിലുണ്ടായിരുന്ന ഉൽക്ഷിപ്തമാണ്. ഉൽക്ഷിപ്തം. ഓക്കെ, ഉൽക്ഷിപ്തം അല്ലെങ്കിൽ നമുക്ക് ദ്രുതസ്പർശം എന്ന് പറയാം. ദ്രുതസ്പർശം കേട്ടോ. അതിൻ്റെ ഉദാഹരണം വരുന്നത് രായാണ്. നമ്മൾ നേരത്തെ പറഞ്ഞ കമ്പിതത്തിനോട് ഏകദേശം സാമ്യമുള്ള അക്ഷരം തന്നെയാണ് രാ എന്ന് പറയുമ്പോൾ. നമുക്ക് ചെറിയൊരു വൈബ്രേഷൻ ഉണ്ട് രാ എന്ന് പറയുന്ന സമയത്ത്. എന്നാൽ റാ എന്ന് പറയുന്ന അത്രയും വൈബ്രേഷൻ ഉണ്ടോ രാ എന്ന് പറയുന്ന സമയത്ത്? ഇല്ല. ആ രീതിയിൽ ഓർത്ത് വെക്കുക കേട്ടോ. അല്ലെങ്കിൽ കമ്പിതവും ഉൽക്ഷിപ്തവും ഒരേപോലെ ആയിട്ട് നമുക്ക് തോന്നും. അപ്പോൾ കമ്പിതം എന്ന് പറഞ്ഞാൽ നല്ല രീതിയിൽ വൈബ്രേഷൻ ഉള്ള ശബ്ദമാണ്. അതായത് റാ എന്ന് പറയുന്നതും ഇർ എന്ന് പറയുന്നതും. ഉൽക്ഷിപ്തം ആകട്ടെ ര. ഇതെന്താണ്? ഉൽക്ഷിപ്തം അല്ലെങ്കിൽ ദ്രുതസ്പർശം എന്ന് ഓർത്ത് വെച്ചാൽ നമുക്ക് പെട്ടെന്ന് കിട്ടും. ദ്രുതസ്പർശമാണ് പെട്ടെന്ന് സ്പർശിച്ച് പെട്ടെന്ന് മാറും. ര എന്നുള്ളതാണ് അതിൻ്റെ ഉത്തരമായിട്ട് വരുന്നത്. ഓക്കെ,
അടുത്തത് പാർഷികമാണ് നമ്മുടെ ഓപ്ഷനിലുണ്ടായിരുന്ന നമ്മുടെ ഉത്തരം ആയിട്ട് വന്നിട്ടുള്ളത്. പാർഷികം. പാർഷികം. പാർഷികത്തിൻ്റെതാണ് ലായും ളായും. ലായും ളായും. അതായത് ഇതിൻ്റെ എന്താണ് പാർഷികം എന്ന് ചോദിച്ചാൽ നമ്മുടെ ഉച്ചാരണാവയമുണ്ടല്ലോ, ഈ ഉച്ചാരണാവയവം ഉച്ചാരണ സ്ഥാനത്തിൻ്റെ മധ്യഭാഗത്ത് മാത്രം സ്പർശിച്ചിട്ട് എന്ത് ചെയ്യുന്നു, നിശ്വാസവായുവിനെ നമ്മുടെ രണ്ട് സൈഡിലൂടെ, വായിലെ രണ്ട് സൈഡിലൂടെ മാത്രം കടത്തിവിടുക. അങ്ങനെ ഉണ്ടാകുന്ന ശബ്ദങ്ങളെയാണ് പാർഷികങ്ങൾ എന്ന് പറയുന്നത്. ഇപ്പം നിങ്ങൾ പറഞ്ഞു നോക്കുക, ല എന്ന് പറയുമ്പോൾ നമ്മൾ നടുവിലാണ് ഈ ല എന്നുള്ള, വായിൻ്റെ നടുഭാഗത്താണ് ഈ ല എന്ന് പറയുമ്പോൾ നമ്മൾ ഉച്ചരിക്കുന്നത് അല്ലേ. അപ്പം ള എന്ന് പറയുന്ന സമയത്തും വായിൻ്റെ ഈ നടുഭാഗത്ത്, ഈ നാക്ക് കിടക്കണ ഇതാണല്ലോ നമ്മുടെ വായിൻ്റെ നടുഭാഗം എന്ന് പറയുന്നത്. ആ നടുഭാഗം വെച്ചിട്ടാണ് നമ്മൾ എന്ത് പറയുന്നത്, അക്ഷരം പറയുന്നത്. ഇങ്ങനെ നടുഭാഗത്ത് വെച്ച് അക്ഷരം പറയുന്ന സമയത്ത് വായു ഏതിലൂടെ പുറത്തു പോവുക, സൈഡിലൂടെയാണ് പുറത്തു പോവുക. അങ്ങനെ സൈഡിലൂടെ പുറത്തു പോകുമ്പോൾ ഉണ്ടാകുന്ന ശബ്ദങ്ങളെയാണ് എന്ത് പറയുന്നത്, പാർഷികങ്ങൾ എന്ന് പറയുന്നത്. ക്ലിയർ. നമുക്ക് പറയാനുള്ളത് ഏതാണ് ഓപ്ഷൻ, പ്രവാഹിയാണ് പറയാനുള്ളത്. പ്രവാഹി. പ്രവാഹി ഈ പാർഷികത്തിൻ്റെ നേരെ ഓപ്പോസിറ്റാണ്. അതായത് നമ്മൾ എന്ത് ചെയ്യും, ഉച്ചാരണാവയവം ഉച്ചാരണസ്ഥാനത്തിൻ്റെ ഇരുവശങ്ങളിലും സ്പർശിക്കും. നേരത്തെ പറഞ്ഞ മധ്യഭാഗത്ത് സ്പർശിക്കുമ്പോൾ വായു ഏതിലൂടെ പുറത്തു പോകുന്നു, രണ്ട് സൈഡിലൂടെയും പുറത്തു പോകുന്നു എന്നാണ് പറഞ്ഞത്. ഇനി സൈഡിൽ വെച്ചിട്ട് എന്ന് പറയുമ്പോൾ അക്ഷരം പറയുന്ന സമയത്ത് വായു മധ്യഭാഗത്ത് കൂടി കടന്നു പോകുന്നതാണെങ്കിൽ അതാണ് പ്രവാഹി എന്ന് പറയുന്നത്. യായും വായും ഴായും, യാ വാ ഴ എന്നിവയാണ് ഇതിൻ്റെ ഉദാഹരണങ്ങളായിട്ട് വരുന്നത്. ഓക്കെ, ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു കേട്ടോ. ഇനി ചെറുകഥയുമായി ബന്ധപ്പെട്ടിട്ടുള്ളൊരു ചോദ്യമാണ്. ഇതൊരു നമുക്ക് ടഫ് ക്വസ്റ്റ്യൻ ആണോ എന്ന് ചോദിച്ചാൽ ചില സമയത്ത് ഇത് ടഫ് ക്വസ്റ്റ്യൻ ആണ്. എന്നാൽ നമുക്ക് പെട്ടെന്ന് ഓർത്ത് വയ്ക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചാൽ ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ്. കാരണം നമുക്ക് ഒത്തിരി കഥകൾ പഠിക്കാനുണ്ട്, ഒത്തിരി കവിതകൾ പഠിക്കാനുണ്ട്, ഒത്തിരി നോവലുകൾ പഠിക്കാനുണ്ട്. അപ്പോൾ എല്ലാ കൃതികളും ഓർത്ത് വയ്ക്കുക എന്നുള്ളത് ബുദ്ധിമുട്ടാണ്. എന്നാൽ ഒരേ പേരിൽ തന്നെ പല ആളുകൾ കൃതികൾ എഴുതിയാലോ, അതും പല രീതിയിലുള്ള കൃതികൾ എഴുതി കഴിഞ്ഞാൽ നമ്മളെങ്ങനെ ഓർത്ത് വയ്ക്കുക, ബുദ്ധിമുട്ടാണ് അല്ലേ. അപ്പോൾ അത്തരത്തിലുള്ളൊരു ചോദ്യമാണിത്. പാടുന്ന പിശാചി എന്ന ചെറുകഥ രചിച്ചത് ആര്? പാടുന്ന പിശാചി എന്ന് കേൾക്കുന്ന സമയത്ത് തന്നെ നമുക്ക് നമ്മുടെ മനസ്സിൽ ഓർമ്മ വരുന്ന ആൾ ചങ്ങമ്പുഴയാണ്. അപ്പോൾ നമ്മൾ എന്ത് നോക്കും, ഓപ്ഷനിൽ ചങ്ങമ്പുഴയുണ്ടോ നോക്കും, എന്നിട്ട് നമ്മൾ ചങ്ങമ്പുഴയെ അങ്ങോട്ട് ബബിൾ ചെയ്യും. ഓക്കെ, അപ്പോൾ അതെന്താണ്, തെറ്റാണ്. അപ്പോൾ പേര് മാത്രം നോക്കിയിട്ട് കാര്യമില്ല. പാടുന്ന പിശാചി എന്താണ്, ചെറുകഥ എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ചെറുകഥ. പാടുന്ന പിശാചി ചങ്ങമ്പുഴയുടേതാണെങ്കിൽ അതെന്താണ്, കവിതയാണ്. ഓക്കെ, പാടുന്ന പിശാചി എന്ന പേരിൽ കവിത എഴുതിയ ആളാണ് ആര്, ചങ്ങമ്പുഴ. ഇവിടെ ചോദിച്ചിട്ടുള്ളത് പാടുന്ന പിശാചി എന്ന ചെറുകഥ രചിച്ചതാര്. അപ്പോൾ ഒരേ പേരിൽ തന്നെ വ്യത്യസ്ത സാഹിത്യ വിഭാഗത്തിൽ കൃതികൾ എഴുതിയിട്ടുണ്ട് പല ആളുകളും. അതിൽപ്പെട്ട ഒരു ചോദ്യമാണിത്. അപ്പോൾ പാടുന്ന പിശാചി എന്ന ചെറുകഥ രചിച്ചത് ആരാന്ന് ചോദിച്ചാൽ അതിൻ്റെ ഉത്തരം ഓപ്ഷൻ എ തായാട്ട് ശങ്കരനാണ്. തായാട്ട് ശങ്കരൻ. ഇനി ഇതേ പേരിൽ തന്നെ മറ്റൊരാൾ കൂടി കൃതി രചിച്ചിട്ടുണ്ട്. അത് വി.ആർ. സുധീഷാണ്. വി.ആർ. സുധീഷ് ഏറ്റവും പുതിയ കൃതിയാണ് കേട്ടോ. വി.ആർ. സുധീഷിൻ്റെ അത് കഥ തന്നെയാണ് പാടുന്ന പിശാചി എന്ന പേരിൽ. അപ്പോൾ കഥകൾ എഴുതിയിട്ടുള്ള രണ്ട് പേരാണ് തായാട്ട് ശങ്കരനും വി.ആർ. സുധീഷും. എന്നാൽ പാടുന്ന പിശാചി എന്ന പേരിൽ കവിത എഴുതിയ ആളാരാന്ന് ചോദിച്ചാൽ അത് ചങ്ങമ്പുഴ കൃഷ്ണപിള്ളയാണ്. ചങ്ങമ്പുഴ കൃഷ്ണപിള്ള. ഇതേപോലെ ഒരേ പേരിൽ കൃതികൾ എഴുതിയ കുറച്ച് കൃതികളും കുറച്ച് ആളുകളെയും നമുക്കൊന്ന് പരിചയപ്പെടാം നോക്കാം. ഞാനിങ്ങനെ പറഞ്ഞു പോവാം. ഇത് നമുക്ക് ട്രിക്കി ആയിട്ട് ഓർത്ത് വെക്കാനോ അങ്ങനെ കോഡുകളൊന്നും വെച്ച് പറഞ്ഞു പോകേണ്ടതല്ല. നമുക്കിത് പഠിച്ചു പോവാം, അങ്ങനെയാണ് പറ്റുള്ളൂ. ആദ്യത്തെ കൃതി ചിത്രശാലയാണ്. ചിത്രശാല. ഓക്കെ, ഇപ്പോൾ ചിത്രശാല എന്ന പേരിൽ കേശവദേവ് അതുപോലെ ഉള്ളൂരും കൃതി എഴുതിയിട്ടുണ്ട് ചിത്രശാല എന്ന പേരിൽ. അതിൽ കേശവദേവ് എഴുതിയത് കഥയാണെങ്കിൽ ഉള്ളൂർ എഴുതിയിട്ടുള്ളത് ഖണ്ഡകാവ്യമാണ് കേട്ടോ.
ഓക്കെ, അപ്പോൾ ചിത്രശാല എന്ന പേരിൽ കൃതികൾ എഴുതിയ 2 പേരാണ് കേശവദേവും ഉള്ളൂരും. അതിൽ കേശവദേവ് എഴുതിയത് കഥയും ഉള്ളൂർ എഴുതിയിട്ടുള്ളത് എന്താണ്, കവിതയുമാണ്. കവിത എന്ന് പറഞ്ഞാൽ ഖണ്ഡകാവ്യവുമാണ്. ഓക്കെ, ഇനി മറ്റൊരു കൃതിയാണ് ഘോഷയാത്ര. ഘോഷയാത്ര എന്ന് കേൾക്കുമ്പോൾ നമുക്ക് പെട്ടെന്ന് ഓർമ്മ വരുന്ന ആളാരാണ്? കുഞ്ചൻ നമ്പ്യാരാണ്. അപ്പോൾ തുള്ളൽ എഴുതിയിട്ടുള്ളത് നമ്പ്യാരാണ്. തുള്ളൽ കൃതി എഴുതിയിട്ടുള്ളത് നമ്പ്യാരാണ്. ഇനി ആട്ടക്കഥ എഴുതിയിട്ടുള്ളത് കുഞ്ഞിക്കുട്ടൻ തമ്പുരാനാണ്. കുഞ്ഞിക്കുട്ടൻ ആട്ടക്കഥ എഴുതിയ ആളാണ് കുഞ്ഞിക്കുട്ടൻ തമ്പുരാൻ. ഇനി കഥകൾ എഴുതിയ 2 പേരുണ്ട്. ഒന്ന് തകഴിയാണ് കഥ എഴുതിയിട്ടുള്ളത്, ഘോഷയാത്ര എന്ന പേരിൽ കഥ എഴുതിയിട്ടുള്ളത് ഒന്ന് തകഴിയാണ്. മറ്റൊരാൾ സി രാധാകൃഷ്ണനാണ്. സി രാധാകൃഷ്ണൻ. ഓക്കെ, അപ്പോൾ ഘോഷയാത്ര എന്ന പേരിൽ കൃതികൾ എഴുതിയ ആളുകളുടെ പേരാണ് പറഞ്ഞിട്ടുള്ളത്. നമ്പ്യാർ എന്താണ് എഴുതിയിട്ടുള്ളത്? തുള്ളലാണ് എഴുതിയിട്ടുള്ളത്. കുഞ്ഞിക്കുട്ടൻ തമ്പുരാൻ ആട്ടക്കഥയാണ് എഴുതിയിട്ടുള്ളത്. കഥകൾ എഴുതിയിട്ടുള്ള 2 പേരാണ് സി രാധാകൃഷ്ണനും തകഴി. ഓക്കെ, ക്ലിയർ? ഇനി മറ്റൊരു കൃതി നോക്കാം. പ്രകാശം പരത്തുന്ന പെൺകുട്ടി. പ്രകാശം പരത്തുന്ന പെൺകുട്ടി എന്ന പേരിൽ 2 പേര് കൃതികൾ എഴുതിയിട്ടുണ്ട്. പ്രകാശം പരത്തുന്ന പെൺകുട്ടി 2 പേരാണ് കൃതികൾ എഴുതിയിട്ടുള്ളത്. 2ഉം കഥകൾ തന്നെയാണ്. ഒന്ന് ടി പത്മനാഭൻ എഴുതിയിട്ടുണ്ട്. അതുപോലെ തന്നെ സക്കറിയ 2 പേരും പ്രകാശം പരത്തുന്ന പെൺകുട്ടി എന്ന പേരിൽ കഥയാണ് എഴുതിയിട്ടുള്ളത്. എന്നാൽ പ്രകാശം പരത്തുന്ന ആൺകുട്ടി എന്ന കഥ എഴുതിയത് ആരാണ്? കെ.പി. രാമനുണ്ണിയാണ്. കെ.പി. രാമനുണ്ണി. ഓക്കെ, ഇനി അടുത്തത് പൂവമ്പഴമാണ്. പൂവമ്പഴം നമുക്ക് അറിയുന്നതാണ് കൃതി. പൂവമ്പഴം കാരൂർ എഴുതിയിട്ടുണ്ട്, ബഷീർ എഴുതിയിട്ടുണ്ട്, മാധവിക്കുട്ടി എഴുതിയിട്ടുണ്ട്. ഓക്കെ, കാരൂർ, ബഷീർ, മാധവിക്കുട്ടി, അതുപോലെ തന്നെ ബി മുരളിയും എഴുതിയിട്ടുണ്ട്. ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ഇനി കോലാട് എന്ന പേരിൽ മാധവിക്കുട്ടിയും കൃതി എഴുതിയിട്ടുണ്ട്. വൈക്കം മുഹമ്മദ് ബഷീറും കൃതി എഴുതിയിട്ടുണ്ട്. ഓക്കെ, ഇനി അതും 2ഉം കഥകൾ തന്നെയാണ്. സാക്ഷി എന്ന പേരിൽ ചെറുകഥ എഴുതിയിട്ടുള്ളത് ടി പത്മനാഭനാണ്. സാക്ഷി എന്ന പേരിൽ ചെറുകഥ എഴുതിയിട്ടുള്ളത് ടി പത്മനാഭനാണ്. നാടകം എഴുതിയിട്ടുള്ളത് കാവാലമാണ്. നോവൽ എഴുതിയിട്ടുള്ളത് കാക്കനാടനാണ്. ഓക്കെ, അപ്പോൾ സാക്ഷി എന്ന പേരിൽ ചെറുകഥ എഴുതിയിട്ടുള്ളത് ടി പത്മനാഭൻ. സാക്ഷി എന്ന പേരിൽ നാടകം എഴുതിയിട്ടുള്ളത് കാവാലം. സാക്ഷി എന്ന പേരിൽ നോവൽ എഴുതിയിട്ടുള്ളത് കാക്കനാടൻ. ഓക്കെ, അപ്പോൾ ഇത്രയാണ് നമ്മളിന്ന് എടുക്കുന്നത്. നമ്മൾ 6ഓളം ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്തു. നിങ്ങൾക്ക് എങ്ങനെയാണ് പഠിക്കേണ്ടത് എന്നുള്ളതിൻ്റെ ഒരു ഐഡിയ കിട്ടിയിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇതിൽ തന്നിട്ടുള്ള ചോദ്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞ രീതിയിൽ ഓർത്ത് വയ്ക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ ശ്രദ്ധിക്കുക. എല്ലാവരും നന്നായിട്ട് പഠിക്കുക. ഇത്തവണത്തെ സെറ്റ് എല്ലാവർക്കും ക്വാളിഫൈ ചെയ്യാൻ കഴിയട്ടെ. താങ്ക് യു.